ഫൈൻഡ് ദി അതർ ആംഗിൾസ് ഓഫ് ദ ഐസോസ്ലെസ് ട്രയാങ്കിൾ ഷോൺ ബിലോ. അതായത് താഴെ തന്നിട്ടുള്ള ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ മറ്റേ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ABC എന്ന് നെയിം ചെയ്യാം. അപ്പോൾ ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? ഇതിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാക്കും AB എന്ന സൈഡും AC എന്ന സൈഡും ആണ് ഈക്വൽ ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ AB = AC. അപ്പോൾ നമുക്കറിയാം ഐസോസ്ലെസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് AB യും AC അല്ലേ. അപ്പോൾ ABക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ C. AC ക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ B അല്ലേ. അപ്പോൾ ആംഗിൾ Bയും ആംഗിൾ Cയും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ആംഗിൾ C = ആംഗിൾ B. ആംഗിൾ B എത്രയാണ്? 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ Cയും എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി ആംഗിൾ A കൂടി കാണണം. അതിനുവേണ്ടി നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താ? 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ABCയുടെയും സം ഓഫ് ആംഗിൾസ് എന്താ? 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ Bയും ആംഗിൾ Cയും 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി പ്ലസ് ആംഗിൾ A = എന്താണ്? 180 ഡിഗ്രി. 30 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി 60 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 60 ഡിഗ്രി പ്ലസ് ആംഗിൾ A = 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ A കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഈ 60 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കില്ല. അപ്പോൾ പ്ലസ് 60 ഡിഗ്രിയെ കെട്ടിയുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 60 ഡിഗ്രി ആവും. സോ ആംഗിൾ A = 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. അതെത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ആംഗിൾ A എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഓക്കെ. ഈ ട്രയാങ്കിളിൽ നമുക്ക് EFG എന്ന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ. ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഫിഗർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം EFഉം EGയും ആണ് ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസ്ലെസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലേ. EF EG അല്ലേ ഈക്വൽ. അപ്പോൾ EFന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും അതായത് ആംഗിൾ Gയും EGക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ അതായത് ആംഗിൾ F എന്തായിരിക്കും? ആംഗിൾ F = ആംഗിൾ G. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ് അല്ലേ. ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രിയാണ്. ട്രയാങ്കിൾ EFGയിലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ EFGയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 40 ഡിഗ്രിയാണ്. പിന്നെ എന്താ? ഒന്ന് ആംഗിൾ F, പിന്നെ ഒന്ന് ആംഗിൾ G = 180 ഡിഗ്രി. ദാറ്റ് ഈസ് 40 ഡിഗ്രി പ്ലസ് ആംഗിൾ F പ്ലസ് ആംഗിൾ G എന്താ? ആംഗിൾ Fഉം ആംഗിൾ Gയും ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ആംഗിൾ Gക്ക് പകരം ആംഗിൾ F തന്നെ കൊടുക്കാം. ഓക്കെ. ആംഗിൾ F പ്ലസ് ആംഗിൾ F. കാരണം എന്താ? ആംഗിൾ Gയും ആംഗിൾ F എന്താ? ഈക്വൽ ആണ്. = 180 ഡിഗ്രി. ഇവിടെ 40 ഡിഗ്രി ആഡ് ചെയ്തേക്കും അല്ലേ. അപ്പോൾ പ്ലസ് 40 ഡിഗ്രിയെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 40 ഡിഗ്രി ആവും. പിന്നെ ആംഗിൾ F പ്ലസ് ആംഗിൾ F എന്ന് പറഞ്ഞാൽ അതാ 2 ആംഗിൾ F ആണല്ലേ. 2 ആംഗിൾ F = 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി. ദാറ്റ് ഈസ് 2 ആംഗിൾ F = 180 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി എത്ര? 140 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ F എന്തായിരിക്കും? ആംഗിൾ F കാണാൻ വേണ്ടിയിട്ട് 2നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കും അല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ F = 140 ഡിഗ്രി ബൈ 2. അതെത്രയാണ്? 70 ഡിഗ്രി. ഓക്കെ. അപ്പോൾ ആംഗിൾ F 70 ഡിഗ്രി ആണ്. ആംഗിൾ Gയും ആംഗിൾ Fഉം ഈക്വൽ ആണെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ Gയും എന്തായിരിക്കും? ആംഗിൾ F തന്നെ അതായത് 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അടുത്ത ട്രയാങ്കിളിനെ നമുക്ക് PQR എന്ന് നെയിം ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈക്വൽ ആയിട്ടുള്ള രണ്ട് സൈഡ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഫിഗർ കണ്ടാൽ നമുക്കറിയാം PQ എന്ന സൈഡും QR എന്ന സൈഡുമാണ് ഈക്വൽ. ഓക്കെ. PQ = QR. നമുക്കറിയാം ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ PQ എന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ R. QR എന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ P അല്ലേ. അപ്പോൾ ആംഗിൾ Pയും ആംഗിൾ Rഉം എന്താണ്? ഈക്വൽ ആണ് അല്ലേ. കാരണം എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ PQRലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ PQRലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് 100 ഡിഗ്രി ആംഗിൾ Q അല്ലേ. 100 ഡിഗ്രി പ്ലസ് പിന്നെ ബാക്കിയുള്ള ആംഗിൾ എന്താ? ആംഗിൾ R.
പിന്നെ ആംഗിൾ പി ഈസ് ഈക്വൽ ടു എന്താണ് 180 ഡിഗ്രി. ആംഗിൾ ആറും ആംഗിൾ പിയും ഈക്വൽ ആണ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ആംഗിൾ പിക്ക് പകരം ആംഗിൾ ആർ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, സോ 100 ഡിഗ്രി പ്ലസ് ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആംഗിൾ ആർ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 100 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 100 ഡിഗ്രി കെറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 100 ഡിഗ്രി ആകും. പിന്നെ ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ആർ എന്ന് വെച്ചാൽ 2 ആംഗിൾ ആർ ആണ് അല്ലേ. സോ 2 ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് 2 ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി എത്രയാണ്? 80 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആറ് കാണാം, ആംഗിൾ ആറ് കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 2നെ ഇക്വൽറ്റുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ ആർ ഇസ് ഇക്വൽ ടു 80 ഡിഗ്രി ബൈ 2. ദാറ്റ് ഈസ് എത്രയാണ്? 40 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ ആറും 40 ഡിഗ്രി എന്ന് കിട്ടി. നമ്മൾ കണ്ടു ആംഗിൾ ആറും ആംഗിൾ പിയും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ പിയും എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ട്രയാങ്കിളിൽ നമുക്ക് XYZ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. എന്താ? XYയും YZ ആണ് അല്ലേ. അപ്പോൾ XY ഈസ് ഈക്വൽ ടു YZ എന്ന് കൊടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസോസിലസ് ട്രയാങ്കിളിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് XYയും YZയും. അപ്പോൾ XYക്ക് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാണ്? ആംഗിൾ Z. YZന് ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏത്? ആംഗിൾ X. ഓക്കെ, അപ്പോൾ ആംഗിൾ Z ഈസ് ഈക്വൽ ടു ആംഗിൾ X എന്ന് കൊടുക്കാം. ഓക്കെ, കാരണം എന്താണ്? They are angles opposite to equal sides XY and YZ. നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ അത് 180 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ XYZലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിൾ XYZലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ആംഗിൾ Y, അത് 90 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ X പ്ലസ് ആംഗിൾ Z ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഫിഗറിൽ നമ്മൾ നേരത്തെ കണ്ടു ആംഗിൾ സെറ്റും ആംഗിൾ എക്സും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ സെഡിന് പകരം ആംഗിൾ എക്സ് തന്നെ കൊടുക്കാം. ദാറ്റ് ഈസ് 90 ഡിഗ്രി പ്ലസ് ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എക്സ് കാണാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ 90 ഡിഗ്രി ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 90 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടാകുമ്പോൾ മൈനസ് 90 ഡിഗ്രി ആവും. പിന്നെ എക്സ് പ്ലസ് എക്സ് എന്ന 2x ആണ് അല്ലേ. സോ ദിസ് ഈസ് 2 angle X is equal to 180 degree minus 90 degree. That is 2 angle X is equal to 180 degree minus 90 degree എത്ര? 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ എക്സ് കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 2നെ ഇൻറ്റു ചെയ്തേക്കില്ല. അപ്പോൾ ഇൻറ്റു 2നെ ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ ആംഗിൾ എസ് is equal to 90 degree by 2. 90 ഡിഗ്രി ബൈ 2 എത്രയാണ്? 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം ആംഗിൾ എക്സ് 45 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ സെഡും എന്താണ്? 45 ഡിഗ്രി ആയിരിക്കും. കാരണം ആംഗിൾ എക്സും ആംഗിൾ സെഡും ഈക്വൽ ആണ് നമ്മൾ കണ്ടു. ഓക്കെ.